മൈൽ അപ്പുറം കിടന്ന യാക്കോബിനെ ഇവിടെ കൊണ്ടുവന്നു. യാക്കോബ് മിസ്രയീമിൽ വെച്ചാണ് മരിച്ചത്. വേറെ പഠിതാക്കൾ പറഞ്ഞത് ഈ മക്ബേലയും മിസ്രയീമായിട്ട് മൈലുകൾ ദൂരമാണ്. പക്ഷെ യാക്കോബിനെ അവിടെ കൊണ്ടുവന്നു. പക്ഷെ തൊട്ടടുത്ത റാഹേൽ അവിടെ ചെല്ലാനത്തില്ല, വഴിയിലേക്ക് മരിച്ചു. അപ്പൊ ഇനി അതിന്റെ മറുവശം, ഈ മരിക്കുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലായി മരിക്കും, പിള്ളേർക്ക് അവകാശമൊന്നുമില്ല, ജീവിച്ചിരിക്കുന്നില്ല. നല്ല അവകാശങ്ങളെല്ലാം ലേയായുടെ പിള്ളേർക്ക് പോയി. ദൈവമേ, ഞാൻ ചാഴുക, എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നുമില്ല, എന്റെ പാപം ക്ഷമിക്കണം, എന്റെ അതിർത്തികൾ ഞാൻ ക്ഷമിക്കണം. എന്റെ ജീവിതത്തിൽ ഒത്തിരി അപാകത ഉണ്ട്, അസൂയ ഉണ്ടായിരുന്നു, അഹങ്കാരം ഉണ്ടായിരുന്നു, നേകളം ഉണ്ടായിരുന്നു, ജഡത്തിന്റെ പ്രവൃത്തികളായി എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നോട് ക്ഷമിക്കണം എന്റെ ദൈവമേ, ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങളെ ഓർക്കണേ കർത്താവേ. ഇന്ന് എന്ന് റാഹേൽ കരഞ്ഞു. ആ വാക്യം വായിച്ച യെരമ്യാവിന്റെ വാക്യം വായിച്ച രാജാവിന്റെ മക്കളെ ചൊല്ലി കരയുന്നു. അവർക്കില്ലാരിയാൽ അമ്മമ്മയല്ലേ നിന്റെ വായിച്ച 31-ാം അധ്യായത്തില് യിരെമ്യാവ് റാഹേൽ ശബ്ദം കേൾക്കുന്നു. ഇവർക്കൊന്നും അവകാശമില്ല. അതുകൊണ്ട് റാഹേലിന് മനോവേദന, അയ്യോ ഇവർക്കൊന്നും ഇല്ലല്ലോ, ഞാൻ മരിക്കാൻ പോയി, എന്റെ ദൈവമേ എന്റെ പാപം ക്ഷമിച്ച് എന്റെ കുഞ്ഞുങ്ങളെ ഓർക്കണം. അടുത്ത വാക്യം, ഇങ്ങനെ അനുദപിച്ച് പ്രാർത്ഥിച്ച് നിലവിളിച്ച് ക്രമീകരണം പറ്റിയപ്പോൾ ദൈവം റാഹേലിനോട് പറയുകയാണ്, കരയാണ് ദഹിച്ചല്ലേ, കരയാണ് നിന്റെ കണ്ണുനീർ, കരയാണ്, നീ അനുദപിച്ചല്ലോ, ക്രമീകരിച്ചല്ലോ, ഏത് പറഞ്ഞല്ലോ, ഉപേക്ഷിച്ചല്ലോ, സമ്മതിച്ചു, കരയാണ്, കണ്ണീരടക്കുക. നിന്റെ ഈ കണ്ണുനീരിന് പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട്, പ്രതിഫലമുണ്ട്. ആ വായില് ഒന്നുകൂടെ വായിച്ചേ. കരയാതെ നിന്റെ കണ്ണുനീർ, ഈ ഒരു പ്രതിഫലമുണ്ട്. മതി. നീ ഇപ്പോൾ കരഞ്ഞു, നിലവിളിച്ചു, അനുദപിച്ചു, ഏറ്റു പറഞ്ഞു, ആ ദൈവത്തോട് അപേക്ഷിച്ചു, ഇനി സമാധാനത്തോടെ കൊണ്ടു. നിന്റെ ഈ കണ്ണുനീരിന് പ്രതിഫലമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ദൈവം അത് മുദ്ര വെച്ചു. റാഹേൽ പറഞ്ഞത് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നുമില്ലെന്ന്. ആ പ്രാർത്ഥന സ്വർഗ്ഗം വന്ന് കേട്ടു എന്ന് പറഞ്ഞാൽ ഏറ്റു പറഞ്ഞു, ഉപേക്ഷിച്ചു. ഏറ്റു പറഞ്ഞാൽ പോയി, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചു. ദൈവത്തോട് നേരെ പോയി, ജീവൻ പോയി, വഴിയരികെ അടക്കി. പക്ഷെ ഈ പ്രാർത്ഥന സ്വർഗ്ഗം കേട്ടു. കർത്താവ് പറഞ്ഞല്ലോ പ്രതിഫലം ഉണ്ടെന്ന്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നവണ്ണമാ ബെന്യാമീൻ ഗോത്രത്തെ നിർത്തുന്ന രാജാവാക്കി. യഹൂദയിൽ നിന്നാണ് വരേണ്ടത്, പക്ഷേ ബെന്യാമീന്റെ പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മാതാക്കളോട് ഒരു കാര്യം പറയാം, നിന്റെ പ്രാർത്ഥന വൃഥാവല്ല. വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, ക്രമീകരണത്തോടെ, അനുതാപത്തോടെ അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മാതാക്കളോട്, പിതാക്കന്മാരോട്, പ്രാർത്ഥിക്കുന്ന അമ്മമാരോട് പറയാ, നിന്റെ പ്രാർത്ഥന സ്വർഗ്ഗത്തിലെ ദൈവം കേട്ടു. കർത്താവ് വരാൻ താമസിച്ചാൽ നിന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറയെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ തലമുറയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സന്തതിക്ക് ദോഷം വരത്തില്ല. യഹോവയുടെ ദോഷവും തട്ടാനുമാണ് നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഒരു അനർത്ഥവും നിനക്ക് ഭരിക്കത്തില്ല. ഒരു ബാധകം നിന്റെ കൂടാതെ അടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രി നിന്റെ ഭയത്തെയും പകൽ പരക്കുന്ന അസ്ത്രത്തെയും ഇരുന്ന് സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംവിധാനത്തെ ഭേദപ്പാടില്ല. ദൈവം നിന്നെ ചുറ്റി പരിപാലിക്കും. ദൈവം നിന്നെ സംരക്ഷിക്കും. നിന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. കരയുന്ന മാതാവെ, പ്രാർത്ഥിക്കുന്ന മാതാക്കളോട് ദൈവാത്മാവ് വചനത്തിലൂടെ കൂടെ പറയുക. ഇടിവ് നിൽക്കുന്നവരോട് കൂടെ പറയാൻ മന്ത്രി
അന്യഭാഷാ ഭാഷണത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. എനിക്കും സന്തോഷമായെങ്കിലും ഒരല്പസമയം കൂടെ നമുക്ക് വചനത്തിൽ നിന്ന് ധ്യാനിക്കണമല്ലോ. ദൈവത്തിന് മാത്രം. റാഹേലിന്റെ കണ്ണുനീരിന്റെ പ്രതിഫലം. അതുകൊണ്ടാ ഒരു ചാൻസും ഇല്ലാത്ത ബെന്യാമീൻ ഗോത്രത്തിന്റെ രാജാവിനെ ആക്കി കൊടുത്തു. ഈ ദൈവത്തിനെല്ലാം ഈ നിയമങ്ങളുണ്ട്. ഇസ്രായേൽ നിലവിളിക്കുകയും ചെയ്തു. ഈ പ്രാർത്ഥന ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇവരുടെ സമ്മർദ്ദം. യഹൂദ ഗോത്രത്തിൽ ആ രാജാവ് പറയുന്നത് വന്നില്ല. അതിനാ യഹൂദയിൽ നിന്ന് വരാഞ്ഞത്. അവകാശമുള്ളവൻ വരുമ്പോഴും ചെങ്കോൽ യഹൂദയിൽ നിന്നാണ് വരേണ്ടത്. പക്ഷെ വന്നില്ല, വരാനൊക്കത്തില്ല. ഒറ്റവാക്കി പറയാം, യഹൂദയിൽ നിന്ന് രാജാവ് വരാറുന്നതിന്റെ കാരണം യഹൂദയിൽ കൗലുടയം കയറി. ഈ ഗോത്രത്തിൽ കൗലുടയം കയറി. യഹൂദ ഗോത്രത്തിൽ ഇവര് ബെഥേലിലേക്ക് വന്ന് പ്രാർത്ഥന കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രൂപേണ പാപം ചെയ്തു. അത് പോട്ടെന്നല്ല, നമുക്കിപ്പോൾ അത് വിഷയം എടുക്കണ്ട. അവിടെ ഒരു പദമുണ്ട്, ഇവൻ ചെയ്ത കാര്യം ഇസ്രായേൽ കേട്ടം. 35-ാമത്തെ ആയത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ പദം മാത്രം വായിക്കണം. അതൊന്നും വായിക്കരുതെന്ന് ഞാൻ ഒടുവിലത്തെ പദം മാത്രം വായിക്കാറില്ല പറഞ്ഞേ. മതി, അത്ര കേട്ടാ മതി എനിക്ക്. ഇസ്രായേൽ അത് മതി. ബാക്കിയൊക്കെ സമയം കിട്ടുക, വീട്ടിൽ പോയിരുന്ന് വായിക്കുകയോ ധ്യാനിക്കുകയോ. അവിടെ വായിക്കുന്നത് ഇസ്രായേലാണ് കേട്ട് എന്ന് പറഞ്ഞാൽ നല്ല കേൾവിയല്ല, ആത്മീയ വർധന വരുത്തുന്ന ഒരു കേൾവി അല്ല, സഭയ്ക്ക് ഉണർവുണ്ടാക്കുന്ന ഒരു കേൾവി അല്ല, കുടുംബത്തിന് മാന്യത ഉണ്ടാക്കുന്ന ഒരു കേൾവി അല്ല. ബ്ലസൻ അഭിഷേകം പ്രാപിച്ചു, അതൊരു നല്ല കേൾവിയാണ്. നമ്മുടെ സഭയിലെ ബ്ലസൻ കുടിച്ച് ഓടെ കിടക്കുന്നു. ഇതിലേത് കേൾവിയാ സഭയ്ക്ക് നല്ലത്? അച്ചായൻ എന്തെങ്കിലും പറഞ്ഞു അഭിഷേകം പ്രാപിച്ചെന്നുള്ളത് പ്രാപിച്ചതല്ലേ? സ്തോത്രം. തകർന്ന ആത്മാവിൽ ബലപ്പെടുന്നു നല്ല കേൾവി. ഈ സഭയിലെ മുഴുവൻ പ്രശ്നത്തിന് ഉത്തരവാദി തങ്കമ്മയുടെ നുണയും കൊതിയാണ്. ഇതിലേത് കേൾവിയാ നല്ലത്? നിങ്ങൾ പറഞ്ഞു, കൊച്ചമ്മ പറഞ്ഞു, നല്ല കേൾവിയാണ്. ആ സഭയിലെ ഇന്ന അച്ചായൻ സഭയ്ക്ക് പ്രയോജനമാണ്. ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും കൂട്ടായ്മയ്ക്ക് വരികയും നല്ല കേൾവി. ആ പള്ളിക്ക സഭയിലുള്ള അവറാച്ചന ബ്ലേഡ് ഒരു നല്ല കേൾവിയല്ല. ഉദാഹരണമാണ് പറഞ്ഞത്, നിങ്ങൾ എന്നെ സൂക്ഷിച്ചു നോക്കുമെന്ന് വേണം. ഇസ്രായേൽ അത് കേട്ടു, കേൾക്കാൻ പാടില്ലാത്തത് കേൾപ്പിച്ചു. വേറെ ഇവൻ രഹസ്യത്തിലാ ചെയ്തത്, പക്ഷെ എല്ലാവരും കേട്ടു. കേട്ടു. ഈ 35-ാം അധ്യായത്തിൽ രൂപേണ ഇങ്ങനെ ചെയ്യാം. 38-ാം അധ്യായത്തിലാണ് യഹൂദയ്ക്കുള്ള മഴപ്പടി. 38-ാം അധ്യായത്തിൽ യഹൂദയുടെ പരിമതിയാണ്. 38-ന്റെ 1 വായിക്കുന്നത്, അക്കാലത്ത് യഹൂദ സഹോദരന്മാരെ വിട്ട് ഹീരാമെന്ന് പേരുടെ അതുല്യാമിന്റെ എടുക്കുന്നത് ഷൂവ എന്ന പേരുടെ തന്റെ മോളെ കെട്ടി 3 പിള്ളേര് ജനിച്ചു. ഏറെ പ്രായമായപ്പോ തിമിനക്കാരി പെൺകുട്ടി താമാറിനെ കെട്ടി. അവൻ ചത്തുപോയപ്പോ അവന്റെ അനിയൻ ഓനാൻ ദേവരധർമ്മം അനുസരിച്ച് അവൻ കെട്ടി, അവനും മരിച്ചു. പിന്നെ ഒരുത്തൻ ശേലായി, അവൻ അന്നേ പ്രായവുമായില്ല. അപ്പൊ യഹൂദ മരുമകളാകുന്ന താമാറിനോട് പറഞ്ഞു, പക്ഷേ യവന് പ്രായമായില്ല, അതുകൊണ്ട് നീ വീട്ടിൽ പോയി നിൽക്കുക. ഏതായാലും 2 ചത്തു, ഇതിനെ നിനക്ക് തന്നെ ജീവിച്ചാലും ചത്താലും നീ വീട്ടിൽ പോയി നിൽക്കണം. ശേല പ്രായമാകുമ്പോൾ ഇവനെയും നിനക്ക് ഭർത്താവായിട്ട് തരും.
അമാവിയപ്പനാകുന്ന യഹൂദ മരുമകളാകുന്ന താമാറുമായിട്ടൊരു ഉടമ്പടി എന്ന് ചെയ്തു. അമായപ്പന്റെ വാക്ക് വിശ്വസിച്ച് താമാറ് വീട്ടിൽ പോയി. വൈദവീ വസ്ത്രമൊക്കെ ധരിച്ചു നിൽക്കുന്നു. പക്ഷെ ശേല പ്രായമായിട്ട് ഈ അമ്മായിയപ്പൻ ഇവനെ അവൾക്ക് ഭർത്താവായിട്ട് കൊടുത്തില്ല. 38-14 വായിച്ചു. ശേല പ്രാപ്തിയായിട്ട് തന്നെ അവന് അവർക്ക് തന്നെ അവനെ ഭാര്യയായിട്ട് കൊടുത്തില്ല എന്ന് ആര് കണ്ടു? താമാറ് കണ്ടു. അവളോടനെ കണ്ടിട്ട് വൈദവ്യ വസ്ത്രമെല്ലാം മാറ്റി ഒരു മൂടുപടമെല്ലാം ഇട്ട് തിമിനേക്ക് പോകുന്ന വഴിയരികെ എനയും പട്ടണത്തിന്റെ ഗോപുരത്തിന്റെ വാതിൽക്കൽ ഇരുന്നു. ഇനിയും വായിക്കണ്ട, നിങ്ങൾക്ക് വേറെ പുസ്തകം വായിക്കുന്നവർക്ക് ആ ചരിത്രം അറിയാം. ശേല പ്രായമായിട്ടും കല്യാണം നടത്തുന്നില്ല. ഈ മാതാപിതാക്കളോടൊരു കാര്യം പറയാം. കുഞ്ഞുങ്ങൾ പ്രായമാകുമ്പോൾ അവർക്ക് വിവാഹം ആലോചിക്കണം. നമ്മുടെ പ്രാപ്തി നിലയനുസരിച്ച്, അല്ലാതെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് അപ്പൊ പിന്നെ അങ്ങനെയൊന്നും ആലോചിക്കാനില്ല. കൊച്ചുങ്ങൾ തന്നെ എല്ലാം ആലോചിച്ച് എല്ലാം വെച്ചിരിക്കുക. പിന്നെ അവര് നമ്മളോട് കല്യാണ ദിവസം പറയുകയാണെങ്കിൽ നമുക്ക് വേണേ പോയെന്ന് നിങ്ങൾ പറയുന്നത്. അങ്ങനെയൊക്കെ വലിയ മഹാമാന്യം. ഞാൻ എൻ്റെ മോൻ്റെ കല്യാണത്തിന് കൂടി കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ വല്ലാത്ത കാലം. മനസ്സിലായോ? നമുക്ക് ഉത്തരവാദിത്തമില്ലേ? അവിടെ വിവരിക്കുന്നില്ല. ശേല പ്രാപ്തിയായിട്ട് എവനെ അവൾക്ക് ഭർത്താവായിട്ട്. അപ്പൊ അവള് പെട്ടെന്ന് വൈദവ്യ വസ്ത്രം എല്ലാം മാറ്റി വെച്ച് എനയും പട്ടണത്തിന്റെ ഗോപുരത്തിന്റെ ഭാഗം തിമിനയ്ക്ക് പോകുന്ന വഴി അവൾ ഇരുന്നു. അമാവിയപ്പനാകുന്ന യഹൂദ ആടുകളുടെ രോഗം കത്തിച്ച് തിരിച്ചു വരുമ്പോൾ ഈ സ്ത്രീ ഒരു സ്ത്രീയെ പഠിക്കുന്നു. എന്തിനേറെ ഭാഗം വേറെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം. കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ടു. ദൈവകൽപ്പന ലംഘിക്കാൻ നിർത്തി സ്ത്രീ യഹൂദരോട് ചോദിച്ചു. ആളറിയാതാ യഹൂദരോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ തരാൻ പറഞ്ഞു. ആടുണ്ടോ എന്ന് ചോദിച്ചു. ആടുകളുടെ രോമം കത്തിരിക്കാൻ പോയത്. ഒരു വലിയ വെച്ചാൽ എന്തെങ്കിലും ആടൊന്നുമില്ല. എന്നാ പണയം എന്തെങ്കിലും തരണം. പണയം തരാൻ പറഞ്ഞു. എന്തുവാ? ഒരു മോതിരച്ചേട്, ഒരു മുദ്ര മോതിരം, ഒരു വടി, 3 സാധനം പണയം കൊടുത്തു. അതൊക്കെ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കേണ്ടതായത് നേരമില്ലാത്തതുകൊണ്ട്. ഒരു മോതിരച്ചേട്, ഒരു മുദ്ര മോതിരം, ഒരു വടി പണയം കൊടുത്തു. കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ടു. നാളുകൾ കഴിഞ്ഞു ഈ സ്ത്രീ താമാർ ഗർഭവതിയായി. നാട് മുഴുവൻ അറിഞ്ഞു. വിഷയം യഹൂദരുടെ അടുക്കൽ വന്നു. അപ്പോൾ യഹൂദ ആളറിയാതെ പറഞ്ഞു അവളെ ചുട്ടുകളയണം. ഒരുത്തം പറഞ്ഞു ചൂടുകല്ല, കല്ലെറിഞ്ഞ് കൊല്ലണം. ഒരുത്തം പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ സഭയിൽ വെച്ചുകൊണ്ടിരിക്കാൻ. ആളറിയാതെ കയറി വിളമ്പുന്നത്. ഒരുത്തം പറഞ്ഞു നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ നമ്പർ 1 സഭയാണ്, ടോപ്പ് സഭയാണ്, നമ്മൾ അരിസ്റ്റോക്രാറ്റ് ഫാമിലി കൂടുന്ന സഭയാണ്. അതിനകത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും മെമ്പർഷിപ്പ് ഒരുത്തം പറഞ്ഞു ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ ഇങ്ങനെയുള്ള കേസുകളൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാനാണോ അതോ നിങ്ങളെല്ലാം കൂടെ ഒത്തുകൊണ്ട് പിള്ളേരുടെ ഭാഷ പറഞ്ഞ് എന്നെ ആക്കുകയാണോ? എനിക്കറിയാം. യഹൂദന്റെ വിഷയം വന്നു. യഹൂദ പറഞ്ഞു അവളെ നമുക്ക് കൊല്ലണം, ഇവിടെ വെച്ചോണ്ടിരിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ നമ്മുടെ സഭ? നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ ഈ ദേശത്തെ നമ്പർ 1. അങ്ങനെ കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ട് ആ ഗർഭവതിയായ സ്ത്രീയെ കൊണ്ടുവന്നാട്ട് അവള് അന്നേരം വളരെ ആളറിയിക്കാതെ വന്നു. അടിയന്തര കമ്മിറ്റിയാണ് കൂടിയേക്കുന്നത്. അടിയന്തര കമ്മിറ്റി. എന്റെ അഭിപ്രായമാണ് കമ്മിറ്റിക്കാർക്ക് 10-12 യഹൂദ അധ്യക്ഷൻ. ഉടനെ അധ്യക്ഷൻ പറഞ്ഞു ആടെ ഈ സിസ്റ്ററുടെ പേരിലുള്ള ആരോപണങ്ങൾ ആരാ ഉന്നയിച്ചത്? അത് ഇങ്ങനെയാണ് പറഞ്ഞാട്ടോ. ഇങ്ങനെ അവളെ ഇന്നതുപോലെ ഇന്നതുപോലെ പിന്നെ യഹൂദ ചോദിച്ചു സിസ്റ്ററെ ഈ കേട്ടതൊക്കെ സത്യമാണ്? അവളുടനെ പറഞ്ഞു സത്യം. ദൈവസഭയുടെ വ്യവസ്ഥ അനുസരിച്ച് വേറെ പുസ്തകത്തിന്റെ പ്രമാണം അനുസരിച്ച് വിശേഷിച്ച് ഞങ്ങളുടെ ഈ ലോകസഭയുടെ ലിഖിതമായ കമ്മിറ്റി എടുത്ത തീരുമാനം അനുസരിച്ച് ഇങ്ങനെയുള്ളൊരു സ്ത്രീയെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കല്ലെറിയാൻ പോവുക.
അങ്ങനെ അവള് പറഞ്ഞു വിരോധമില്ല, ഒരപേക്ഷയുണ്ട്. എന്താ അപേക്ഷ? ഞാൻ കൽപ്പനാലംഘനം ചെയ്തു വന്നാണല്ലോ ഇവിടുത്തെ റിപ്പോർട്ട്. അതെ, അതങ്ങനെ തന്നെ. അതെ, ഞാൻ കൽപ്പനാലംഘനം ചെയ്ത വ്യക്തി ആരാന്നറിയണ്ടേ? ആരാ? ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടതാണ്? ഇല്ല. അവൾ ആ മോതിരച്ചെറുതും മുദ്രമോതിരവും വടിയും എടുത്ത് വെച്ച് പറഞ്ഞു ഇതിന്റെ ആളാണ്. പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ ഞാനും പണ്ട് മേടിച്ചിട്ടുണ്ട്. അമ്പലത്തിലും പള്ളിയിലുമൊക്കെ പെരുന്നാളിന് പോകുമ്പോൾ വലിയ ബലൂൺ കിട്ടുകയല്ലേ? ബലൂൺ കണ്ടിട്ടില്ല? പിന്നെ കാണാതെ പറ്റുന്നിരിക്കുന്നു. ബലൂൺ വലിയ ബലൂൺ. ആ ബലൂൺ നമ്മൾ ഊതി വീർപ്പിച്ചേച്ച് ഒരു ചെറിയ സൂചി കൊണ്ടോ മുള്ളു കൊണ്ടോ ചെറിയൊരു സൂചി ഒരു കുത്തു കൊടുക്കുമ്പോൾ അതിന്റെ കാറ്റ് പോകുന്ന കണ്ടിട്ടുണ്ടോ? അതിന്റെ കാറ്റ് പോകുന്ന കണ്ടിട്ടുണ്ടോ? വലിയ ബലൂണാണ്. ചെറിയൊരു കുത്തു കുത്തുമ്പോൾ യഹൂദയുടെ കാറ്റ് പോയിക്കൊണ്ടിരിക്കുക. മോതിരച്ചിന്റെ മുദ്രമോതിരവും വടിയും കണ്ടപ്പോൾ, അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ മോതിരച്ചിന്റെ മുദ്രമോതിരവും വടിയില്ലാതെ ആ പുള്ളി കുറെ നാളായിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്നു. യഹൂദ സ്തുതിയല്ലേ? പുള്ളിയാണ് വർഷിപ്പ് ലീഡർ. കാരണം യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ യഹൂദ മുന്നിൽ പോകണം, അവൻ സ്തുതിക്കണം. കാരണം ലേയാം 4ാമത്തെ കൊച്ചനുണ്ടായി പറഞ്ഞത് ഞാൻ ഈ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞ യഹൂദ എന്ന്. അപ്പൊ ഈ പൊതുസഭ കൂടുമ്പോ പുള്ളിയാണ് വർഷിപ്പ് ലീഡർ യഹൂദ. ആ കരങ്ങൾ വീശി വീശി സ്തുതിച്ചാണ് ഒരിക്കൽ കൂടെ ശക്തിയോടെ കൈത്താളങ്ങളോടെ അത്യുച്ഛാരണമുള്ള കൈത്തോളം തകർത്ത ഇടിമുഴക്കം പോലെ എന്ന വിശ്വാസം. അതാണ് തകർത്ത ഇടിമുഴക്കം. പെരുവെള്ളത്തിന്റെ ഇരച്ചി പോലെ അങ്ങനെയാണ് പെരുവെള്ളത്തിന്റെ ഇരച്ചി. അന്ന് ഈ വിവരക്കേടൊക്കെ മിണ്ടാതിരിക്കട്ടെ. പള്ളിക്കൽ ദേശം നടക്കുന്ന വിധത്തിലൊരു ഹല്ലേലൂയ റോഡിൽ പോലും കേട്ടില്ല. ഭയങ്കര വർഷിപ്പാണ്. വർഷിപ്പൊക്കെ നന്നായി. അവിടെ മോദരിച്ചിട്ട് മുദ്രമോദരോ വടിയും കൂടെ പഠിച്ചപ്പോ പുള്ളിയുടെ ആഫീസ് കൂട്ടി. പിന്നെ എനിക്ക് യഹൂദായോട് ഒരു തൃപ്തി. പുള്ളി ഇത് കണ്ടപ്പോ പുള്ളി അവളെ ഒന്നായി പിടിക്കില്ല. പുള്ളിയോട് ഞാൻ പറഞ്ഞു അവൾ എന്നിൽ നീതിയുള്ളവൾ. അങ്ങനല്ലേ? അങ്ങനല്ലേ വായിച്ചാൽ മതി. യഹൂദ അവയെ ഒരല്പം കൂടെ മേലോട്ട് കയറ്റി വായിച്ചേ. ഒരു വാക്യം കൂടെ മേലിലോട്ട്, അല്ല അല്പം കൂടെ മുകളിലോട്ട് കയറ്റി. ആ സാധനത്തിന്റെ പേര് ഈ മുദ്ര. ഒരല്പം കൂടെ ഒരു വാക്യം കൂടെ മേലിലോട്ട് കയറ്റി. ഓ അങ്ങനെ കയറ്റി അമ്മ അതിൽ പരിജ്ഞാനത്തോടെ വായിച്ചേ. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ അമ്മായി യഹൂദയുടെ ആളെ വെച്ചേ. ഇതിന്റെ ഉടമസ്ഥനായ പുരുഷനാണ് ഞാൻ കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ടത്. ഏതിന്റെ ഉടമസ്ഥനടുത്ത വാക്യം. ഈ മുദ്രമോതിരവും മോതിരച്ചരടും വടിയും, ഈ മുദ്രമോതിരവും മോതിരച്ചരടും വടിയും ആർക്കുള്ളത്? നന്നായിട്ട് നോക്കിക്കോളാൻ പറഞ്ഞു. സ്തോത്രം. ക്വാളിറ്റി. ഈ സംഭവം വെളിപ്പെട്ട കാര്യമല്ല പറഞ്ഞപ്പം യഹൂദ അവിടെ കൊങ്ങായിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്തില്ല. യഹൂദ പറഞ്ഞ പദമല്ല. യഹൂദ അവയെ അറിഞ്ഞു, അവൾ എന്നിലും നീതിയുള്ള. നമ്മളാണെങ്കിൽ പിന്നെ കിടന്ന് ഉരുണ്ട് കളിച്ചായിരുന്നു. സ്തോത്രം. യഹൂദ കറക്റ്റ് കാര്യം. അവൾ എന്നിലും നീതിയുള്ള. ചുരുക്കി പറഞ്ഞാൽ നീതിയുള്ള കാര്യമൊക്കെ ശരിയെങ്കിലും ഈ സ്ത്രീ താമാർ പ്രസവിച്ചു. 2 പിള്ളേരുണ്ടായി. വായിച്ചേ ഒടുവിലത്തെ ഭാഗം. അല്ല, ഒടുവിലത്തെ ബാക്കി താമാർ പ്രസവിച്ചപ്പോ 2 പിള്ളേരുണ്ടായല്ലോ. ഏതൊക്കെ പിള്ളേരുണ്ടായി? അടുത്തത് അപ്പൊ പിന്നെ ചുവന്ന ചരട് കെട്ടി അവൻ കൈ അകത്തോട്ട്
അകത്തോട്ട് വലിച്ചു. അടുത്ത വാക്യം. ആ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ കൊച്ചേ. പിന്നെ അടുത്ത വാക്യം മതി. ഈ ചിത്രം ഉണ്ടാക്കിയത് ചിത്രം ഉണ്ടാക്കിയവൻ പേരസ്. അടുത്തത് അടുത്തത് അപ്പൊ പേരേസും ശേരനും രണ്ട് പിള്ളേര് വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞ കൗലുടയന്മാരാണ്. കൗലുടയൻ. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിലുണ്ട് കൗലുടയൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10 തലമുറ പോലും യഹോവയുടെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. പഴയ കണക്കാണ്. ഒരു തലമുറ എന്ന് പറഞ്ഞാൽ 33 വർഷം. 10 തലമുറ എന്ന് പറയുമ്പോൾ 10 × 33 സമം 330. 33 × 10 എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പറ്റില്ല, മോന് മലയാളം അറിയാം. 33 × 10 പെട്ടെന്ന് ഉറക്കം. എന്തോ പുറകെ രണ്ടുപേര് വർത്താനം പറയുന്നത്. കണക്ക് തെറ്റിയെന്നാണോ സമയമായെന്നാണോ എന്തോ അമ്മയോട് പറഞ്ഞു. താണ്ട് പറഞ്ഞു എന്തോ പറഞ്ഞു എന്തോ കണക്കാന്നേ കുഴപ്പമില്ല. കണക്കാ. അപ്പൊ 33 × 10 330 വർഷം എന്ന് പറഞ്ഞാൽ യഹൂദ ഗോത്രത്തിൽ 330 വർഷം ശാപം കയറി. 330 വർഷം കഴിഞ്ഞ ഈ ഗോത്രത്തിൽ നിന്ന് രാജാവ് വരാം. 330 വർഷം കഴിയാതെ ഒറ്റയൊരുത്തരത്തിനകത്ത് വരാനൊക്കത്തില്ല. ഇസ്രായേൽ മക്കൾ രാജാവിന് വേണ്ടി ശഠിക്കുമ്പോൾ ആ 330 വർഷം തികയാൻ പിന്നെ ഒരു 40 കൊല്ലവും കൂടെ കിടക്കുക. എന്നാലും ഇവര് ശഠിച്ചു. അപ്പൊ രാജാവിന്റെ പ്രാർത്ഥന കിടക്കുന്നു, അതിന് മറുപടി കൊടുക്കണം. യഹൂദയിൽ 40 വർഷം പിന്നെയും കിടക്കുക. 330 തികയാൻ കയറാനൊക്കത്തില്ല. ഇസ്രായേൽ മക്കളുടെ സമ്മർദ്ദം, അവർക്ക് ശിക്ഷ കൊടുക്കണം. അപ്പൊ രാജാവിന്റെ പ്രാർത്ഥനയ്ക്ക് ബെന്യാമിനെ രാജാവാക്കി ശൗലിനെ. ഈ 40 തയ്ക്കാൻ വേണ്ടിയായ ശൗല് 1-2 കൊല്ലമേ കൃപയിൽ നിന്നുള്ളതിൽ ബാക്കി 38 കൂടെ തികച്ച് 40 ഇരുത്തിയത് ഈ വർഷം തയ്ക്കാൻ കംപ്ലീറ്റ് ആണ്. 40 വർഷം തികച്ചു. ദൈവത്തിന് കണക്കെല്ലാം ഉണ്ടത്. ഇപ്പം ഇപ്പൊ തന്നെ 2 വാക്യം തന്നെ പറഞ്ഞിട്ട് അടുത്ത് വിഷമിക്കാം. പിന്നെ ഈ കണക്ക് പിന്നെ അവര് രണ്ടുപേരുടെ കണക്കാന്ന് പറഞ്ഞു. ഞാൻ കണക്കാന്നോ അവര് പറഞ്ഞ കണക്കാന്നോ എന്തായാലും കണക്കാ ദൈവത്തിന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബെന്യാമീൻ ഗോത്രത്തിൽ നിർത്തുന്ന രാജാവാണ്. ഇനി ഓടിച്ച് പറയാം അഭിമാനിക പോലെ. ഞാനൊരു അല്പസമയം കൊണ്ട് എടുത്തോട്ടെ. പറ, നിങ്ങൾ പ്രതിപുരുഷന്മാരുമാണ്. എന്താ നീ 92 അമ്മച്ചോട് ചോദിക്കട്ടെ. ഞാൻ ഇച്ചിരി സമയം കൂടെ എടുത്തോട്ടെ, ഇച്ചിരി കൂടെ പ്രസംഗിച്ചോട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇസ്രായേലിലെ പ്രഥമ രാജാവ് ബെന്യാമീൻ ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗലിനെ രാജാവാക്കി. ശൗല് ദൈവപ്രമാണത്തിൽ നിന്നില്ല. ഇസ്രായേലിലുള്ള ഒരുവൻ രാജാവായ രാജാവ് ചെയ്യേണ്ട കടമകളുണ്ട്. അതിന് ആവർത്തന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് രാജധർമ്മമാണ്. ശൗല് രാജധർമ്മം ഒന്നും അനുസരിച്ചില്ല. രാജധർമ്മം ഒത്തിരി ഉള്ളതിൽ 1-2 ഒന്ന്, ഇസ്രായേൽ ഒരുവൻ രാജാവായാൽ അവൻ ആദ്യം ചെയ്യേണ്ടത് ആ നാട്ടിലെ ലേവ്യരാകുന്ന പുരോഹിതന്മാരെ വരുത്തി ന്യായപ്രമാണത്തിന്റെ പകർപ്പ് സൂക്ഷിക്കണം. 2, സഹോദരന്മാർക്ക് വിരോധമായിട്ട് ഹൃദയം അകങ്കരിച്ചു പോകരുത്. 3, പിള്ളേർ വല്ല ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഉപദേശം പറഞ്ഞ് പിള്ളേർ ഉപദേശത്തിൽ വളർത്തണം. അങ്ങനെ ചെയ്താൽ നിന്റെ രാജത്വം നിലനിൽക്കും. ശൗല് ഇതൊന്നും അനുസരിച്ചില്ല. വിവരിക്കേണ്ടത് ഒത്തിരി ഉണ്ടാകുന്നു, പോകുന്നില്ല. ഒടുവിൽ ശൗല് മരിച്ചു. ഇസ്രായേലിലെ പ്രഥമ രാജാവാകുന്ന ബെന്യാമീൻ ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗൽ മരിച്ചു. ശൗലിന്റെ മരണം ദാരുണ മരണമാണ്.
ശൗൽ എങ്ങനെയാ മരിച്ചേ? ശൗൽ മരിച്ചോ? ഉറക്കെ പറ. ആ, മരിച്ചത് എങ്ങനെയാണ്? സ്വന്തം ആള് ഉറക്കം പറ. അതെ, മരിച്ചത് എങ്ങനെ? മരിക്കുമ്പോ ഒരു വ്യസനം കാണുമായിരിക്കും. അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ശൗൽ എങ്ങനെയാ മരിച്ചെന്ന് ഞാൻ നിങ്ങളൊന്നും ആ സമയത്ത് അവിടെ ഇല്ലെന്നുള്ളത് പരമാർത്ഥമാണ്. ശമൂവേലിന്റെ ഒന്നാമത്തെ പുസ്തകം 31-ാം അധ്യായം ഓടിച്ച് വായിച്ചാൽ നിങ്ങൾ പറഞ്ഞതുപോലെ ശമൂവേല് സ്വന്തം വാളിന്മേൽ വീണ് മരിച്ചെന്ന് തോന്നും. ഓടിച്ച് വായിച്ച 31 മുതൽ. ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായിട്ട് വീണ്ടും അടുത്തത്. ഫെലിസ്ത്യർ ശമൂവേലിന്റെ പുത്രന്മാരെ പിന്തുടർന്നു അടുത്തത്. ഫെലിസ്ത്യർ അവരുടെ പുത്രന്മാരാകുന്ന യോനാഥാൻ, അബീനാദാബ്, മൽക്കീശൂവ എന്നിവരെ വാണിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊന്നു അടുത്തത്. എന്നാൽ പട ശൗലിന് നേരെ ഏറ്റവും മുറുകി വില്ലാളികളെ വിട്ടുവെച്ചു. വില്ലാളികളാകാൻ വിഷമത്തിലായി ശൗൽ തന്റെ ആയുധവാഹകനോട്, ഈ അഗ്രകർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയെ അപമാനിക്കാതിരിക്കാൻ ചെയ്യേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കുത്തുകാരൻ പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടത് കൊണ്ട് അവന്റെ മനസ്സ് വന്നില്ല അടുത്ത വാക്യം. അതുകൊണ്ട് ശൗൽ വാൾ പിടിച്ചതിന് വീണു. ശൗൽ മരിച്ചു വന്ന ആയുധവാഹകൻ കണ്ടപ്പോൾ താനും പോയി അങ്ങനെ തന്നെ. അപ്പൊ ഈ വായം പഠിച്ചാൽ ശൗൽ എങ്ങനെ മരിച്ചെന്ന് തോന്നുന്നു? വാളിന്റെ നന്നായിട്ട് നോക്കി നല്ലതുപോലെ വായിച്ചു. മരിച്ചത് എങ്ങനെയാണ്? അതെ, മരിച്ചത് എങ്ങനെയാണ്? വാളിന്മേൽ വീണ് മരിച്ചത് എങ്ങനെയാണ്? വീണ് മരിച്ചത് എഴുതിയിട്ടുണ്ടോ? നോക്കി വേറെ ദിവസം നോക്കി മരുന്ന് അത് ഇതും പറയാറ്. മരിച്ചത് എങ്ങനെയാണ് എന്റെ ചോദ്യം. അതെ, വാൾ പിടിച്ചു വീണു. മരിച്ചത് എങ്ങനെയാണ്? അതെ, മരിച്ചോട്ടെ, കൂടെ എത്ര പേര് വേണേലും മരിച്ചോട്ടെ. മരിച്ചത് എങ്ങനെയാണ്? അന്നത് ശമൂവേലിന്റെ 1-ാം പുസ്തകം 31 ഓടിച്ച് വായിച്ചാൽ ശൗൽ നിങ്ങൾ പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്തെന്നും വാളിൽ വീണ് മരിച്ചെന്നും തോന്നും. ഒന്നുകൂടെ ആ വാക്യം വായിച്ചാ മാമേ. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ അവിടെ? ഒരു കുത്ത്. അതെങ്ങനെ കുത്ത്? വീണതിന് കുത്ത് കൊടുക്കുക. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഫുൾ സ്റ്റോപ്പ്. കുത്തന്തിനാണ്? ചാകാത്തൊരു കുത്തുകുത്തിയാണ്. അതിനുള്ളതേ ഉള്ളൂ. ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഫുൾ സ്റ്റോപ്പ്. അടുത്ത സെന്റൻസ് ആണ് ശൗൽ മരിച്ചു വന്ന ആയുധവാഹകൻ